ദൈവമനുഷ്യബന്ധത്തിൻ്റെ അർത്ഥതലങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതായിരുന്നു ദൈവപുത്രന്റെ മനുഷ്യാവതാരം. വചനമായ ദൈവം മാംസം ധരിച്ച് മണ്ണിലേക്കിറങ്ങിയപ്പോൾ അത് നൂറ്റാണ്ടുകൾ നീണ്ട ജനതകളുടെ കാത്തിരിപ്പിനുള്ള ഉത്തരമായിരുന്നു. ഓരോ മനുഷ്യമക്കളുടെയും ജീവിതത്തിൽ ഓരോ നിമിഷവും ഇടപെടുവാൻ കൊതിക്കുന്ന ഒരു ദൈവത്തെയാണ് തിരുവചനം നമ്മെ പരിചയപ്പെടുത്തുന്നത്. ഒരു നിമിഷം ശാന്തമായി കാതോർക്കുക. നമുക്ക് ശ്രവിക്കാനാവുന്ന മാധുര്യമേറിയ ദൈവസ്വരം നമ്മെ കാത്തിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ മായക്കാഴ്ചകളിൽ നിന്ന് അല്പമൊന്ന് ദൃഷ്ടി തിരിക്കുക. തുറന്ന കരങ്ങളുമായി പിതൃവാത്സല്യത്തോടെ നമ്മെ മാടി വിളിക്കുന്ന ഒരു ദൈവം നമുക്കരികിലുണ്ട്. നിന്ദിതരെയും പീഡിതരെയും ആശ്വസിപ്പിച്ച് സഞ്ചരിച്ച ക്രിസ്തുനാഥൻ ഇന്ന് നമുക്കായി കാത്തിരിക്കുന്നു. അന്ന് ദരിദ്രരോട് പ്രസംഗിച്ച സുവിശേഷം ഇന്ന് നമുക്ക് മുന്നിൽ പ്രഘോഷിക്കപ്പെടുന്നു. അധ്യാപകനായും വചനപ്രഘോഷകനായും എഴുത്തുകാരനായും തുടങ്ങി എണ്ണമറ്റ മേഖലകളിലൂടെ തൻ്റെ ശുശ്രൂഷാ ജീവിതത്തെ അവിശ്രമം മുന്നോട്ട് നയിക്കുന്ന റവറൻ ഡോക്ടർ മൈക്കിൾ കാര്യമറ്റം വിവരണങ്ങൾക്കതീതനാണ്. പിൽക്കാലത്ത് സ്വന്തം ജീവിതം കൊണ്ട് ബൈബിൾ വ്യാഖ്യാനിച്ച ബൈബിൾ പണ്ഡിതനായ ബഹുമാനപ്പെട്ട മൈക്കിൾ കാര്യമറ്റം അച്ഛൻ തൻ്റെ ജീവിതത്തിൽ അടിവരയിട്ട് സൂക്ഷിക്കുന്ന അനുഭവങ്ങൾ ഏറെയും സഹനത്തിൻ്റെതാണ്. പാവപ്പെട്ടവരും ആലംബഹീനരുമായ ജനങ്ങളോടുള്ള പ്രത്യേകമായ പരിഗണനയുടെ മനോഭാവം ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ വേദനിക്കുന്നവരോട് ചേർന്ന് നിൽക്കുവാനും ആവശ്യമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാനും ആ കാലഘട്ടത്തിൽ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ പരിശീലന കാലത്തിനൊടുവിൽ 37-ാം വയസ്സിലാണ് 1979 അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തുന്നത്. ഏറെ കാലമായി സവിശേഷമായ പാതയിലൂടെ ദൈവം വഴി നടത്തിയിരുന്നുവെങ്കിലും ഒട്ടേറെ കഴിവുകളും അറിവുകളും നേടിയെടുത്തിരുന്നുവെങ്കിലും തുടർന്നുള്ള ജീവിതത്തെക്കുറിച്ച് അവ്യക്തത മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. താരതമ്യേന സുദീർഘമായ കാലയളവ് നീണ്ട വിദ്യാഭ്യാസ കാലഘട്ടം ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛനെ ഏറെ വളർത്തിയെങ്കിലും നാട്ടിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്ന ആ കാലം സൃഷ്ടിച്ച പോരായ്മകൾ അദ്ദേഹത്തെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തിയത്. ഇന്ന് കേരളസഭയിലെ പ്രഗത്ഭനായ ഈ പണ്ഡിതൻ തൻ്റെ തുടക്കകാലത്ത് നേരിട്ടത് ഒട്ടേറെ പ്രതിസന്ധികളും നിരാശാജനകമായ അനുഭവങ്ങളുമായിരുന്നു. എന്നാൽ തികച്ചും ദൈവീകമായ ഇടപെടലുകളുടെ ശക്തിയാൽ അദ്ദേഹം തൻ്റെ നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. തന്നെ ഓരോ അവസരങ്ങളിലൂടെയും ദൈവം പ്രത്യേകമായി ഒരുക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. വേദനകളുടെയും പ്രതിബന്ധങ്ങളുടെയുമായ സവിശേഷമായൊരു വഴി ദൈവം തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കു വേണ്ടി കരുതി വച്ചിരിക്കുന്നുവെന്ന വലിയ സാക്ഷ്യം കൂടിയാണ് ഈ ജീവിതം. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഒന്നാമത് കാലാവസ്ഥ നല്ല ചൂടും ഇതാണ്, വേർത്തുലിച്ച് നാശമാകും. മനുഷ്യൻ്റെ സംസാരമാണെങ്കിൽ എനിക്ക് ഒരു തരത്തിലും സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കില്ല. വീട്ടിൽ ചെന്നാൽ ഇങ്ങനോരോ എന്ത് കഥ പറയാൻ, എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മതി, ഉറങ്ങാനും സമ്മതിക്കുന്നില്ല, കഴിക്കുന്ന ഭക്ഷണവും ദഹിക്കുന്നില്ല. 15 വർഷം കഴിഞ്ഞിട്ട് വരുന്നില്ല, വേർത്തു നാശമായി, ഷൂസ് ഇട്ട് കാല് പൊട്ടി, ചെരുപ്പിട്ടിട്ട് വള്ളി പൊട്ടുന്നു. ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. എന്താ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, എങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പം ഒരിക്കൽ പൈസക്കരി നിന്ന് ഒരു അച്ഛനൊരു കത്തും കൊടുത്തു വിട്ടു. ഇവിടെ മതാധ്യാപകരുടെ ആണ് അച്ഛന് ഒന്ന് ക്ലാസ് ഇടുമെന്ന് പറഞ്ഞു. അങ്ങനെ മതാധ്യാപകർ പോയി ക്ലാസ് എടുക്കാൻ തുടങ്ങി. ബൈബിളുമാണ്. അപ്പോൾ ഇപ്പോഴത്തേക്ക് സാവകാശം അതൊരു തുടക്കമായി. അത്യാവശ്യം മലയാളം പറയാമെന്നായി.
പിന്നെ അങ്ങനെ 6 മാസത്തെ ഇവിടെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂട്ടുകാരൻ സെബാസ്റ്റ്യൻ വടക്കുംപാടനച്ചൻ POCയിൽ ബൈബിൾ വികാരി ജനറലായിട്ടുണ്ട്. അതെ, ഇപ്പോൾ ഡൽഹി വികാരി ജനറലാണ്. ബൈബിൾ കമ്മീഷൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പം ബൈബിൾ ട്രാൻസ്ലേഷൻ നടക്കുന്ന കാലമാണ്. അപ്പോൾ ആദ്യത്തേത് ഒരു 76 77 കണ്ട് പുതിയ നിയമം ഇറങ്ങിയായിരുന്നു വെള്ളാനിക്കലച്ചൻ്റെ നേതൃത്വത്തിൽ. വടക്കുംപാടം വന്നതിന് ശേഷം പഴയ നിയമത്തിൻ്റെ ട്രാൻസ്ലേഷൻ നടക്കുന്ന കാലമാണ്. എന്നോട് ചോദിച്ചു വരാൻ താല്പര്യമുണ്ടോ? ഒരു 80-ലാണ്. 80-ൽ ഇങ്ങനെ ഞാൻ പറഞ്ഞ താല്പര്യം, കാരണം നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഈ ആധുനിക ലോകത്തിൽ മനുഷ്യന്റെ നേട്ടങ്ങളുടെ പുസ്തകത്തിൽ അനുദിനം കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങൾ ഏറെയുണ്ട്. നിരവധിയായ ലക്ഷ്യങ്ങൾക്കു വേണ്ടി കഠിനാധ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ പേർ. അവരുടെ നേട്ടങ്ങളുടെയെല്ലാം അടിസ്ഥാനം വ്യക്തമാണ്. ശരിയായ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും കൃത്യമായ വഴിയിലൂടെയുള്ള സഞ്ചാരവും കൂടാതെ മാനുഷികവും ഭൗതികവുമായ ഇത്തരം ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുക ദുഷ്കരമാണ്. എന്നാൽ ദൈവത്തിൻ്റെ രീതികൾ അല്പം വ്യത്യസ്തമാണ്. ദൈവികമായ ഉദ്യമങ്ങളുടെ കാര്യവും മറ്റൊന്നല്ല. മാനുഷികമായ ഒരുക്കങ്ങളും പഠനങ്ങളും പ്രവർത്തന രീതികളുമെല്ലാം അവിടെ പലപ്പോഴും പരാജയപ്പെടുന്നത് കാണാം. മനുഷ്യബുദ്ധിക്ക് ദുർഗ്രഹമായ വഴികളിലൂടെയാണ് പലപ്പോഴും ദൈവം തൻ്റെ പദ്ധതികൾ നിറവേറ്റാറുള്ളത്. ഒട്ടേറെ ദൈവിക പദ്ധതികളുടെ കാര്യസ്ഥനായിരുന്ന ബഹുമാനപ്പെട്ട മൈക്കിളച്ചൻ്റെ ജീവിതം നമുക്ക് മുന്നിൽ തെളിയിക്കുന്നതും ഇതാണ്. 1980-കളുടെ തുടക്കത്തിൽ പൂർത്തിയാക്കപ്പെട്ട ആദ്യത്തെ മലയാളം കത്തോലിക്ക ബൈബിളിൻ്റെ പിന്നണി പ്രവർത്തനങ്ങൾ ഉദാഹരണമാണ്. ദീർഘകാലം ബൈബിൾ പഠിച്ചുവെങ്കിലും ദൈവം അത്തരമൊരു അവസരം എന്തിനുവേണ്ടി ഒരുക്കിയെന്ന് വ്യക്തമായ തിരിച്ചറിവ് ഇല്ലാതിരുന്ന മൈക്കിളച്ചൻ്റെ ജീവിതത്തിൽ ആ പഠനത്തെക്കുറിച്ച് വ്യക്തത ലഭിച്ചു തുടങ്ങിയത് POC ബൈബിൾ മൊഴിമാറ്റവുമായി ബന്ധപ്പെട്ട നിർണായക ജോലിയിലേക്ക് നിയോഗിക്കപ്പെട്ടതു മുതലാണ്. ഞാനിവിടെ വന്ന് ക്ലാസ് എടുക്കാൻ പോകുമ്പോഴേക്കും മലയാളം ബൈബിൾ അവൈലബിൾ അല്ല. ആകപ്പാടെയുള്ളത് തോമസ് മൂത്തണ്ടച്ചൻ ബെറ്റർ ലൈഫിൽ പബ്ലിഷ് ചെയ്ത പുസ്തകം കിട്ടാൻ അത് അവൈലബിൾ അല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ RSV കൊണ്ടുപോകും. മലയാളം എനിക്കറിയാൻ മേലാത്ത മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ക്ലാസ് എടുക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടായി. അപ്പോൾ എങ്ങനെയും കഴിയുന്നത് വേഗം ഒരു മലയാളം തർജ്ജമ ഉണ്ടാകുന്നുള്ളത് എൻ്റെ പേഴ്സണൽ ആവശ്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അവരോട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഞാനും പിന്നെ കാഞ്ഞിരക്കുമ്പരിച്ചുണ്ടായിരുന്നു, ചെറിയാൻ കാഞ്ഞിരക്കുമ്പരിൽ. അങ്ങനെ ഞങ്ങൾ 3 പേരായിട്ട് ജനറൽ എഡിറ്റേഴ്സായിട്ട് വന്നു. 1980 ജനുവരിയിലാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ 2 കൊല്ലം POCയിൽ ബൈബിൾ ട്രാൻസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ആരംഭിച്ചു. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കിട്ടിയിരുന്നത് ഒറിജിനലുമായിട്ട് ഒത്തുനോക്കുക എന്നതാണ് ഞങ്ങളുടെ 3 പേരുടെ ദൈവശാസ്ത്ര പരിശോധന മാത്രമല്ല, ഒറിജിനൽ ടെക്സ്റ്റുമായിട്ട്. ഹീബ്രു ടെക്സ്റ്റാണ് പഴയ നിയമത്തിൻ്റേത്. അപ്പോൾ ഹീബ്രു ടെക്സ്റ്റും ഈ ഇംഗ്ലീഷ് ടെക്സ്റ്റും വെച്ചിട്ട് മലയാളം കമ്പയർ ചെയ്യണം. അപ്പോൾ RSVയും ഹീബ്രുവും മലയാളവും അങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഒറിജിനൽ ടെക്സ്റ്റിനോട് ഇത് വിശ്വസ്തത പാലിക്കുന്നുണ്ടോ തീരുമാനിക്കുകയാണ് ഞങ്ങളുടെ. അതിനുശേഷം അത് രാത്രി ചെയ്യേണ്ട പണിയാണ്. പകരം വന്നിട്ട് ഇങ്ങനെ ചെയ്യും. അപ്പോൾ ആദ്യം ഞങ്ങളിങ്ങനെ കുറേ ഒരു 6 മാസത്തോളം ആഴ്ചതോറും ചങ്ങനാശ്ശേരിക്ക് പോയി. SB കോളേജിലെ ഒരു പൈസാറും ഒരു അഞ്ചനാട്ട് സാറും അവർ 2 പേരാണ് ഭാഷ എക്സ്പെർട്ടായിട്ട് സഹായിച്ചത്. പിന്നെ കുറേ ആകുമ്പോഴത്തേക്ക് അത് എപ്പോഴും ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരിക്ക് പോക്ക് നിർത്തിയിട്ട് എറണാകുളത്ത് നിന്ന് ഒരു ടീമിനെ സംഘടിപ്പിച്ചു. അത് തോമസ് മാത്യു, അറിയപ്പെടുന്ന ലിറ്റററി ക്രിട്ടിക്കാണ് തോമസ് മാത്യു, പിന്നെ റെക്സ് എന്ന് പറഞ്ഞ് ഈ 2 സാറന്മാരായിരുന്നു ഞങ്ങളെ സഹായിക്കുക. അവർ 2 പേരും ഞങ്ങൾ 3 പേരും, ഈ 5 പേര്. പിന്നെ ഒരു സിസ്റ്റർ അനിറ്റ, ഈ 6 പേരുടെ ഒരു ടീമാണ് എഡിറ്റിംഗ് ഉണ്ടായിരുന്നത്. ദൈവവചനം ജീവദായകമാണ്. അത് മനുഷ്യന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ഇന്ന് ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ശക്തി സ്രോതസ്സായ വിശുദ്ധ ഗ്രന്ഥത്തിന് ഈ നാട്ടിൽ ശരിയായ പ്രചാരം ലഭിച്ചു തുടങ്ങിയത് 80-കൾക്ക് ശേഷമാണ്. അതിലേക്ക് നയിച്ചത് POC മലയാളം ബൈബിൾ വിവർത്തനം ചെയ്യാനുള്ള തീരുമാനവും. ശരിയായ കത്തോലിക്ക വീക്ഷണത്തോടെ അച്ചടിക്കപ്പെട്ട മലയാളം ബൈബിൾ
ലഭ്യമല്ലാതിരുന്നത് ബൈബിൾ പണ്ഡിതരെയും വിശ്വാസികളെയും ഒരുപോലെ കുഴക്കിയിരുന്ന ഒരു കാലത്താണ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന നല്ല ഭാഷയിൽ ഒരു മലയാളം ബൈബിൾ മൊഴിമാറ്റം നടത്തി അച്ചടിക്കുവാൻ പിതാക്കന്മാർ തീരുമാനിക്കുന്നത്. ഏതാനും വർഷങ്ങൾ നീണ്ടുനിന്ന ഏറെ പേരുടെ കഠിനാധ്വാനം അതിനു പിന്നിലുണ്ടായിരുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ വടക്കുംപാടൻ, ഫാദർ ചെറിയാൻ കാഞ്ഞിരക്കൊമ്പിൽ എന്നിവർക്കൊപ്പം ബഹുമാനപ്പെട്ട മൈക്കിൾ കാര്യമറ്റം അച്ഛനുമായിരുന്നു ആ ദൗത്യത്തിൽ പ്രധാന എഡിറ്റർമാർ. ആ ദൗത്യം വ്യക്തമായ ദൈവിക തീരുമാനപ്രകാരമുള്ളതും കാലഘട്ടത്തിന് അനിവാര്യവുമായിരുന്നുവെന്ന് പിന്നീട് വ്യക്തമായി. അത് വളരെ സീരിയസ് ആയിട്ടുള്ള വർക്കാണ്. ഞങ്ങൾ 8:30 മുതൽ വൈകുന്നേരം 4 വരെ 1 മണിക്കൂർ ബ്രേക്ക് വെച്ചുകൊണ്ട് ചെയ്യും. അത് പകലുള്ള സമയം. പിന്നെ ബാക്കിയുള്ള സമയം ഒരു 5-6 മണിക്കൂർ ഞങ്ങൾ ഒറിജിനലായിട്ട് വർക്ക് ചെയ്യും. ഒരു 12 മുതൽ 16 മണിക്കൂർ വരെ ജോലി ചെയ്തിരുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഏതായാലും തിരക്കിട്ടാണ് ചെയ്തത്. കുറേയെല്ലാം പാകപ്പിഴകളുണ്ടായി. എന്നാലും ഒരു ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ വർക്ക് ഞങ്ങൾ പൂർത്തിയാക്കി. അപ്പോൾ ഇത് അടിക്കാനായിട്ട് പ്രസ്സുകാരെ ഏൽപ്പിക്കാൻ ആരും തയ്യാറാകാഞ്ഞത് സെബാസ്റ്റ്യൻ അച്ഛൻ സ്വന്തമായിട്ട് പ്രസ്സും ആരംഭിച്ചു. ഇതിനുവേണ്ടി തന്നെ 10-12 ആൾക്കാരെ ട്രെയിൻ ചെയ്തു സ്വന്തമായിട്ട് പ്രസ് ആരംഭിച്ചു. കല്ലച്ചാണ്, ഇനി ഓഫീസറൊന്നും ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ 1981 ഡിസംബർ 31 POC ബൈബിള് ഔദ്യോഗികമായിട്ട് കത്തോലിക്ക സഭയുടെ ആദ്യത്തെ ഔദ്യോഗികമായ ബൈബിള് പബ്ലിഷ് ചെയ്തു. ഏറെക്കാലം നാട്ടിൽ നിന്ന് വിട്ടുനിന്ന ശേഷം തിരിച്ചെത്തി ഒരു പുതിയ തുടക്കം കുറിക്കേണ്ടിയിരുന്ന ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛന് POC ബൈബിൾ തർജിമയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇടപെട്ടത് തുടർന്നുള്ള ഭാവിയിലും ഏറെ പ്രയോജനം പകർന്നു. തുടർന്നുള്ള കാലങ്ങളിൽ തൂലികയിലൂടെ വചനത്തിൻ്റെ അഗ്നി പടർത്തിയ ആ എഴുത്തുകാരന് വേണ്ട ഭാഷ സ്വന്തമാക്കാൻ കഴിഞ്ഞത്, നിർണായകമായ ഏറെ ബന്ധങ്ങൾ സ്വന്തമായത്, ഏറെ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുവാനായത്, ഇവയെല്ലാം പിൽക്കാലത്തെ തന്നെ രൂപപ്പെടുത്തിയെടുക്കുവാൻ പര്യാപ്തമായിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. ആ കാലഘട്ടത്തിൽ എനിക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ടായി. ഇപ്പോൾ ബൈബിൾ ട്രാൻസ്ലേഷൻ ഒരു ഭാഗത്തോട് നടക്കുന്നു, പക്ഷേ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപഴകാനും പരിചയപ്പെടാനൊക്കെ സാധിച്ചു. ഇവിടുത്തെ പല മൂവ്മെൻറ്റ്സും, കാരണം ഞാനൊരുമാതിരി ഫിഷ് ഓഫ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 15 കൊല്ലം ചെറുപ്പത്തിലേ പോയി തിരിച്ചു വരുമ്പോൾ ഒരു ബന്ധമില്ലാതെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അപ്പോൾ POC വന്നപ്പോഴേക്കും ഭാഷ പഠിക്കാൻ തുടങ്ങി. ഇതുപോലത്തേക്കും ഭാഷ പഠിക്കാൻ നിർബന്ധമായി. ഭാഷ പഠിക്കണം, എഴുതാനായിട്ട്. ഇപ്പോൾ താലന്ത് മാസികയിൽ എഴുതാൻ തുടങ്ങി. അപ്പോൾ ജോസ് മുളങ്ങാട്ടിലെ ചില പ്രത്യേകം പറയേണ്ടതാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറയും, വല്ലതൊക്കെ അച്ഛൻ എഴുതണം. അതിന് ഭാഷ പോരാ, എഴുത്. എങ്ങനെ എഴുതണ്ടേ? അത് എഴുതി കാണിക്കും. ഒരു കാര്യം ചെയ്യുക, നമുക്കൊരു ചെറിയൊരു ആൽഫബറ്റ് ഉണ്ടായിക്കളയാം. ആദത്തെക്കുറിച്ച് ഒരു 4 സെൻറ്റൻസ് എഴുതിത്താ, നമുക്ക് താലന്ത് പബ്ലിഷ് ചെയ്യാം. ഹൗവ, അബ്രാഹം, എളുപ്പകാര്യമല്ലേ? അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ എഴുതിയാണ് പഠിച്ചത്. ആദത്തെക്കുറിച്ച് 4 സെൻറ്റൻസ് എഴുതിയാണ് ഞാൻ എഴുതാൻ തുടങ്ങുക. അതൊരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും സാവകാശം ഭാഷ മറന്നുപോയതായിരുന്നു. എനിക്കറിയാമായിരുന്നു ഭാഷ. പ്രത്യേകിച്ച് ഞാൻ ഈ വയലാർ കവിതകളൊക്കെ ഒരുപാട് കേൾക്കാറുണ്ടായിരുന്നു. അപ്പം ഭാഷ അതിനുള്ള സ്വാധീനമുണ്ട്. അപ്പോൾ ഒരു വർഷമായപ്പോഴത്തേക്ക് അത്യാവശ്യം എഴുതാനുള്ളൊരു സ്വാധീനമായി. പിന്നെ മലയാളം തോമസ് മാത്യു സാറിനോട് കൂടിയത് മലയാളം ഭാഷയ്ക്ക് വളരെ, അത് പറയുന്നത് കൃത്യമായും കണിശമായും ഒരു അക്ഷരം പോലും കൂട്ടിച്ചേർക്കാതെ വൃഥാ സ്ഥൂലത പാടില്ല. പുള്ളി നമുക്ക് വാനെല്ലാം വിൽക്കാം. ഞാൻ ഇപ്പോൾ ഓർക്കുന്നു ബൈബിൾ ട്രാൻസ്ലേഷൻ ഇടയ്ക്ക് അച്ഛൻ നമുക്ക് വാൻ വിൽക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറേ കാശ് ലാഭിക്കാം. ആദ്യം പിടികിട്ടില്ല എന്താണെന്ന്. അപ്പോൾ പോകുവാനും വരുവാനും കാണുവാനും, ആ വായെല്ലാം കൂടെ പോകാനും കാണാനും വരാനും. അപ്പോൾ ഈ വാ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കണക്ക് കൂട്ടി നോക്കിയിട്ട് വാൻ വിറ്റിട്ട് ഞങ്ങൾക്ക് 2 പേജ് ലാഭിച്ചു. അപ്പോൾ 1 ലക്ഷം കോപ്പിയുടെ 2 പേജ് ലാഭിക്കുന്നത് 2 ലക്ഷം പേജായി. അപ്പോൾ മിനിമം ഈ ഒരു 15-20 ലക്ഷം കോപ്പി വരുമ്പോഴത്തേക്കും ഒരു 10 ലക്ഷം രൂപയെങ്കിലും ഞങ്ങൾ വാൻ വിറ്റ് ലാഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് ഭാഷ, ഞാൻ ഭാഷ പഠിച്ച് വാസ്തവ ബൈബിൾ ട്രാൻസ്ലേഷനോട് ബന്ധപ്പെടുത്തി താരതമ്യമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അങ്ങനെ ഭാഷയുടെ കാര്യത്തിൽ സാമാന്യം നല്ല ഒരു തുടക്കം കിട്ടി. രണ്ടാമത്തെ കാര്യം, കേരളത്തിലുണ്ടായിരുന്ന അന്നത്തെ പല സാമൂഹിക പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ചും വിമോചന ദേശാസ്ത്രം, മത്സ്യത്തൊഴിലാളി സമരമൊക്കെ നടക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് താലന്ത് മാസികയിലെ ലേഖനങ്ങൾ എഴുതാനായിട്ട് സാധിച്ചു. ഒരു പക്ഷേ കേരള സഭയിലെ ഏറ്റവും പ്രഗത്ഭനായ ഈ ബൈബിൾ പണ്ഡിതന്
തന്നിൽ ദൈവം ഭരമേൽപ്പിച്ച ആദ്യ ദൗത്യത്തിൻ്റെ വിജയകരമായ പരിസമാപ്തിക്കൊടുവിൽ അനുഭവപ്പെട്ടത് ഇനിയും ഏറെ സഞ്ചരിക്കേണ്ടതുണ്ടെന്ന തീക്ഷ്ണമായ ബോധ്യമാണ്. വിവാഹ വിരുന്നൊരുക്കി അതിഥികളെ കാത്തിരിക്കുന്ന സ്വർഗീയ പിതാവിൻ്റെ മുഖം അദ്ദേഹം ദർശിച്ചു. മനോഹരമായ ഭാഷയിൽ വിശുദ്ധ ഗ്രന്ഥം തയ്യാറാക്കപ്പെട്ടു. ഇനി അത് സാധാരണക്കാർക്കിടയിലേക്ക് പ്രചരിപ്പിക്കപ്പെടേണ്ടിയിരിക്കുന്നു. തിരുവചനത്തോട് വിശ്വാസികൾക്ക് ആഭിമുഖ്യം രൂപപ്പെടേണ്ടതായുണ്ടായിരുന്നു. വചനത്തിൻ്റെ ശക്തിയെ അവർ തിരിച്ചറിയേണ്ടതായുണ്ടായിരുന്നു. 80 ഏപ്രിൽ മാസമായപ്പം വള്ളോപ്പി പിതാവ് എനിക്കൊരു കത്തയച്ചു. ആലുവ സെമിനാരിയിൽ നിന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അച്ഛൻ സെമിനാരിക്ക് വേണ്ടി പഠിച്ചതാണെന്നാണല്ലോ പറയുന്നത്. അച്ഛൻ അവിടെ സെമിനാരി പോയി പഠിപ്പിക്കണം, അവർ അച്ഛനെ ക്ഷണിക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ അച്ഛന് പോകാം. ഞാൻ പിതാവിനോട് പിതാവ് എനിക്ക് താല്പര്യമില്ല, പിന്നെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കാം. ഞാനവിടെ POC താമസിച്ചുകൊണ്ട് ഏതെങ്കിലും വിഷയം അവിടെ പോയി പഠിപ്പിച്ചിട്ട് പോരാം. അവിടെ സ്ഥിരം സ്റ്റാഫായിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഇന്നത്തെ ചുറ്റുപാടിൽ അൽമാരുടെ അടുത്ത് ബൈബിൾ എത്തിച്ചു കൊടുക്കാനായിട്ട് ഒരു മനുഷ്യനുമില്ല. ബൈബിൾ പഠിച്ചവർ ആകപ്പാട് 3-4 പേരുള്ളവരെല്ലാം സെമിനാരികളിലുമാണ്. അപ്പോൾ ഒരു ബൈബിൾ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഞാൻ സെമിനാരി പോയിരിക്കുന്നത് പന്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പിതാവിന് അച്ഛന് ഇഷ്ടം ഇത്. അങ്ങനെ ഞാൻ അവിടെ POCയിൽ നിന്നു. അപ്പോൾ ഈ താലന്ത് മാസി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സൂഫി കഥകൾ, ചിത്രകഥയുണ്ട്. രാമായണം, മഹാഭാരതം ഇതെല്ലാം കൂടി അമർ ചിത്രകഥയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹൈന്ദവ പുരാണങ്ങളും മുസ്ലിം കഥകളും ഒക്കെ ചിത്രകഥ വരുന്നു. പക്ഷേ ബൈബിൾ മാത്രം ചിത്രകഥകളായിട്ട് കാണാൻ ആകപ്പാട് ഒരെണ്ണം പറ്റി എന്നെ കണ്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ചിത്രകഥയായിട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പിള്ളേർ കുറേ കൂടി ഉപകാരമാവുമല്ലോ. ചിത്രങ്ങളും, കാരണം ചിത്രകഥയ്ക്ക് അതിനായിട്ടൊരു സ്വാധീനമുണ്ട്. അപ്പോൾ ഞാനങ്ങനെ അന്ന് മുളങ്ങാട്ടിലാണ് എഡിറ്റർ. ഞങ്ങൾ 4 പേര് ചീഫ് എഡിറ്റേഴ്സിന്. മുളങ്ങാട്ടിലും ചീഫ് എഡിറ്ററാണ്, ഞങ്ങൾ അസോസിയേറ്റ് എഡിറ്റർ. അപ്പോൾ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ അങ്ങനെ നോക്കാം. അപ്പോൾ ദേവസി എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, ദേവസി. അപ്പോൾ ഞാനൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി. മൊബൈൽ നേരങ്ങൾ തരുന്നതിന് പകരം ഞാനൊരു സംഭാഷണത്തിലൂടെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ആദ്യത്തെയാണ്. അപ്പോൾ എന്താ തുടങ്ങേണ്ടത്? ബൈബിൾ ആരംഭത്തിൽ പോകുന്നതിനേക്കാൾ ഞാൻ ആദ്യം വിചാരിച്ചു ഒരു പ്രധാന പ്രശ്നം എടുത്തിട്ടാണ്. ഇപ്പോൾ ഒരു ഇഷ്യൂ ഓറിയൻറ്റഡ് ആണ്. തിന്മ എന്ന പ്രശ്നം. നീതിമാൻ എന്തുകൊണ്ട് സഹിക്കുന്നു എന്നും പ്രശ്നമാണല്ലോ. അപ്പോൾ തിന്മയുടെ പൊരുൾ എന്ന പേരിൽ ഞാനൊരു ചിത്രകഥ സീരീസ് ആരംഭിച്ചു. അത് ജോബിൻ്റെ പുസ്തകമൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അത് ഞാനൊരു പ്രത്യേക രീതിയിലാണ് വിഭാവനം ചെയ്തത്. അപ്പോൾ നാടകീയമായിട്ട് അവതരിപ്പിക്കുക. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു സംഭവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പല വശങ്ങളോട് നോക്കി കാണുക. അപ്പോൾ ഞാൻ 4 ക്യാരക്ടേഴ്സിനെ കണ്ടുപിടിച്ചു. ഒന്ന്, ഒരു സംശയിക്കും തോമ. എന്ത് കിട്ടിയാലും സംശയമാണ്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. വിശ്വസിക്കുന്ന പത്രോസ്, ഒരു തരത്തിലും ട്രഡീഷൻ വിട്ടുപോകാൻ താല്പര്യമില്ലാത്തൊരു പത്രോസ്. 2 ആത്മാര്. പിന്നെ എല്ലാം ശാസ്ത്രീയമായിട്ട് കാണുന്ന യുക്തിവാദി, ഒരു പ്രൊഫസർ. പിന്നെ വിശ്വാസത്തിന് വിളിച്ചത് വിശദീകരിക്കുന്ന ഒരു അച്ഛൻ. ഇങ്ങനെ 4 ക്യാരക്ടേഴ്സിനെ വെച്ച് ഞാൻ ഈ തിന്മയുടെ പ്രശ്നം കൈകാര്യം ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അത് വളരെ ഒരു ഹിറ്റായി. ജോസ് ഓർക്കുന്നുണ്ടാകും ചിലപ്പോൾ. തിന്മയുടെ പൊരുൾ എന്ന പേരിൽ ഒരു 4 പേജ്. അതങ്ങനെ ഒരു 5-8 ഇഷ്യൂ ആയപ്പോഴത്തേക്കും ആ ഒരു പ്രശ്നമായിട്ട് വളരെ ആൾക്കാർ താല്പര്യമായി. താലന്ത് കിട്ടിയാൽ എടുത്ത് വായിക്കുന്നതായി. അപ്പോൾ അടുത്ത ഇഷ്യൂവിൽ ഞാൻ തുടങ്ങി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിന്മയുടെ ഇത് പൊരുളായിരുന്നു. തിന്മയുടെ ഈറ്റില്ലം എന്ന പേരിൽ ബൈബിളിലേക്ക് തുടങ്ങി. അപ്പം ആദ്യത്തെ അങ്ങനെ ഒരു പരിപാടികൾ 2 കൊല്ലം നടന്നുകൊണ്ടിരുന്നു. ബൈബിൾ തർജ്ജിമയും താലന്തു മാസികയും അടങ്ങുന്ന ക്രിയാത്മകമായ POCയിലെ ദൗത്യങ്ങൾക്ക് ശേഷം 1982 ജൂണിൽ അദ്ദേഹം തിരിച്ച് തലശ്ശേരിയിലെത്തി. അതിശയകരമായ ദൈവിക പദ്ധതികളുടെ അമരക്കാരനായി നിയോഗിക്കപ്പെടാറുള്ള പതിവുകൾ വീണ്ടും തുടരുകയായിരുന്നു. നിഗൂഢമായ ദൈവിക തീരുമാനങ്ങളുടെ വെളിച്ചത്തിൽ തലശ്ശേരിയിൽ കേരളത്തിലെ ആദ്യത്തെ ബൈബിൾ അപ്പസ്തോലേറ്റ് സ്ഥാപിതമായി. ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ്റെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ ഏറെ പ്രവർത്തനങ്ങൾ ബൈബിൾ പ്രചാരണത്തിനായി നടത്തപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഒട്ടനവധി പേർ വചനത്തിൻ്റെ മാധുര്യം രുചിക്കുകയും ശക്തി ധരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. 2.5 വർഷം ഞാൻ POCയിലുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടം അവിടെ അവസാനിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളൊരു 15 വർഷം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്ത് തലശ്ശേരിയിലാണ്. തലശ്ശേരിയിലേക്ക് പിതാവ് തിരിച്ചു വിളിച്ചു. ഞാനവിടെ ചെന്നു. ആദ്യം
കാറ്റഗിസം ജൂണിലൂടെ ചെന്ന് കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അന്ന് വലിയമറ്റം പിതാവാണ് അച്ഛനാണ് അന്നത്തെ ഡയറക്ടറായിരുന്നത് കാറ്റഗിസം. അദ്ദേഹം സന്ദേശവാൻ അദ്ദേഹം ബിൽഡപ്പ് ചെയ്തു, ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടാണത്. തലശ്ശേരി താമരശ്ശേരി മാനന്തവാടി ഒന്നിച്ച് കിടന്ന കാലം മുതലേ കാറ്റഗിസിൻ്റെ ഡയറക്ടറായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂട്ടത്തിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. ഞാൻ ജൂണിലവിടെ ചെന്നു. പക്ഷേ എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാനുള്ളതൊന്നുമില്ല. അപ്പോൾ അവർ പറയുന്നത് സഹായിക്കാനുള്ള ഒരു ക്ലാസ്സിനോടെ പോകുന്നു, ഇവിടെ പോകുന്നു, അത് ജാം ചെന്നതിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്തത് അവിടുന്ന് ഇവിടുന്നൊക്കെ പലയിടത്തും ക്ലാസ്സിന് പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ വിളിച്ചു. പക്ഷേ അങ്ങനെ ഒരിക്കൽ 82 നവംബറിൽ അച്ഛന്മാരുടെ ഒരു സമ്മേളനം ഉണ്ടായി, ഒരു പ്രീസ് കോൺഫറൻസ് എല്ലാവരും കൂടെ കൂടി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 1-2 അച്ഛന്മാർ ചോദിച്ചു, എവിടുന്ന് ഒരാൾ ബൈബിളും പഠിച്ച് വന്നിട്ടുണ്ട്, അയാൾ എന്താ ചെയ്യുന്നത് ഇവിടെ? കുറേ കാലം ബൈബിൾ പഠിച്ചെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ ബൈബിൾ പഠിച്ച മൈക്കിളച്ചൻ എന്താ ചെയ്യുന്നത്? ഞാൻ വിളിച്ചാൽ ഇത് ഞാൻ മുന്നുകാരായിട്ടൊന്നും ചെയ്യുന്നില്ല, ഇതൊക്കെയാണ്. എന്താ ചെയ്യാൻ മേലാത്ത? ചെയ്യാൻ മേലാഞ്ഞിട്ടല്ല, അങ്ങനെയാണ്. പിന്നെ ആ ഒരു ചർച്ചയുണ്ടായി. അപ്പോൾ ആ ഒരു ചർച്ചയിൽ എന്തെങ്കിലും ബൈബിളിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈബിളിന് സ്വന്തമായിട്ടൊരു ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഫ്രെയിം ഉണ്ടാണ്, നമുക്കൊരു ലോക്കുസ്ഥാന്തി എവിടെയെങ്കിലും നിന്ന് വേണ്ടേ പ്രവർത്തിക്കേണ്ടത്. കാറ്റഗിസിൻ്റെ കൂടി ക്ലാസ് എടുക്കുന്നുള്ളതല്ലാതെ. അപ്പോൾ അതിനോട് പലർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല, പിതാവിനും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പല അച്ഛന്മാരും പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ബൈബിൾ അപ്പോസ്തലത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇല്ല, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകേണ്ട കാര്യമില്ല, ഉള്ളതൊന്നിച്ച് പോയാൽ മതി എന്നുള്ളതായിരുന്നു പൊതുവെ ചിന്ത. അവസാനം പിന്നെ ഞാൻ ചർച്ച ചെയ്യുന്നത് ശക്തമാകുമ്പോഴത്തേക്കും പിതാവ് പറഞ്ഞു, നമുക്ക് ചോദിച്ചു കളയാം, എത്ര പേർക്ക് പേര് പറയുന്നു ബൈബിൾ അപ്പോസ്തല ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വേണമെന്ന് പറഞ്ഞ് അച്ഛന്മാർ കൈവക്കാൻ പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഒരു രൂപതയിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അച്ഛന്മാരുടെ വോട്ടിട്ട് സ്ഥാപിച്ചതാണ്. അത് 2000 നവംബറിലായിരുന്നു. ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ്റെ തുടർന്നുള്ള വഴികൾ പ്രത്യേകമായ ദൈവകൃപയാൽ ഏറെ ക്രിയാത്മകമായി മുന്നേറി. തികച്ചും നൂതനമായ ആശയങ്ങൾ, അത്ഭുതകരമായ ഫലങ്ങൾ ഉളവാക്കിയ പ്രവർത്തനങ്ങൾ, അവ വിശ്വാസി സമൂഹങ്ങൾക്ക് മുഴുവൻ മാതൃകയായി മാറി. ആ കാലത്ത് ശ്രദ്ധേയമായ അദ്ദേഹത്തിൻ്റെ പദ്ധതിയായിരുന്നു ഇടവകകളിലൂടെയുള്ള കൺവെൻഷനും സിനിമാ പ്രദർശനവും. പ്രവർത്തനങ്ങളായിട്ട് ഞാൻ 2-3 കാര്യങ്ങളാണ് സജസ്റ്റ് ചെയ്തത്. ഒന്ന്, ബൈബിൾ പോപ്പുലറൈസ് ചെയ്യാനായിട്ടുള്ള ശ്രമം, ഒരു ബൈബിൾ കൺവെൻഷൻ നടത്തുക. അന്ന് ഇന്നത്തെ പോലെ കരിസ്മാറ്റിക് കൺവെൻഷനൊന്നും അന്ന് രംഗത്ത് വന്നിട്ടില്ല. ഇത് 82 കാര്യമാണ് പറയുന്നത്, 82 ഒക്ടോബർ നവംബർ. അപ്പോൾ ബൈബിൾ കൺവെൻഷൻ്റെ കൂട്ടത്തിൽ ഒരു ഫിലിം പ്രൊജക്ഷൻ നടത്തുക. അങ്ങനെ ആകുമ്പോൾ ആൾക്കാർ കുറച്ചുകൂടി അപ്പീലിംഗ് ആവും. അപ്പോൾ ഫിലിമിന് എളുപ്പമുണ്ട്, കാരണം വലിയ പിതാവ് അന്ന് അച്ഛൻ ഡയറക്ടർ അച്ഛൻ ജീസസ് ഓഫ് നാസറത്ത് എന്ന ഫിലിം സിഫിരലിയുടെ ഒരു 14 റീലുള്ള 16 ഞാനവിടെ കാണിച്ചിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരൻ ഒരു അച്ഛൻ, ഹോളണ്ടുകാരൻ അച്ഛൻ ഒരു ജീപ്പ് തന്നു. അപ്പോൾ ജീപ്പ് ഇതിന് ഉപയോഗിക്കാം. അപ്പം ഇംപ്ലിമെൻറ്റ്സ് എല്ലാം അവിടെ ഉണ്ട്, ഫിലിമുണ്ട്, 2 പ്രൊജക്ടറുണ്ട്, ഒരു ജനറേറ്ററുണ്ട്, അത്യാവശ്യം സാധനങ്ങളെല്ലാം ഉണ്ട്. ഈ സാധനങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം, വണ്ടി ഓടിക്കാൻ എനിക്കറിയാം, പ്രൊജക്റ്റ് ചെയ്യാനൊക്കെ പഠിച്ചു. അപ്പോൾ ഞാനും പുതുമനെ അച്ഛനും കൂടി ഈ സാമാനെല്ലാം കൂടെ വണ്ടിയെ കയറ്റും പോവുകയാണ്. അപ്പോൾ ആദ്യം ചെയ്തത് ഫൊറോന ലെവലിൽ, തലശ്ശേരി രൂപതയുടെ ഫൊറോന പള്ളികളിൽ ഇത് കൊണ്ടുപോയി അപ്പച്ചന്മാരോട് ചോദിച്ചു. അതിനുവേണ്ടി ഞാൻ പോസ്റ്റർ ഉണ്ടാക്കി, അവർ സമ്മതിച്ചു. 1500 രൂപ ഞാനത് ചാർജ് ചെയ്യും 2 ദിവസത്തേക്ക്. അപ്പോൾ 1500 രൂപ അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപ ഈ ഇംപ്ലിമെൻറ്റ്സിൻ്റെ എല്ലാം കൂടെ കൊടുക്കും, പിന്നെ 500 രൂപ അതിൻ്റെ മിച്ചമുണ്ട്, അതിങ്ങനെ അങ്ങ് പോവുകയാണ്. ഏതായാലും ഫൈനാൻസിനേക്കാൾ കൂടുതൽ ആൾക്കാർക്കൊരു താല്പര്യമായി. എനിക്ക് അത്ഭുതം തോന്നുന്നത്, പല സ്ഥലങ്ങളിലും ഈ ഫൊറോനകളിൽ 10-12 കിലോമീറ്റർ അകലുന്ന ആൾക്കാർ വരും. ഞാനൊരു 4 മണിയാകുമ്പോൾ തുടങ്ങും പ്രോഗ്രാം. 4 മണിക്ക് ബൈബിൾ വായന, പിന്നെ കുറച്ച് പാട്ടെല്ലാം ഞാൻ ഉണ്ടാക്കി അതിന് വേണ്ടി പ്രിൻ്റ് ചെയ്ത് ചെറിയ പുസ്തകങ്ങൾ കൊടുത്തിരുന്നു. പിന്നെ 2 ബൈബിൾ പ്രസംഗം, സന്ധ്യ ആകുന്നവരങ്ങനെ പോകും. രാത്രി ആയി കഴിയുമ്പോൾ ബൈബിൾ പ്രൊജക്ഷൻ. അപ്പോൾ ഞാൻ ഇടവക്കാരുടെ ആവശ്യപ്പെടും, എനിക്ക് 2 തൂണ് വേണം, വേറൊന്നും വേണ്ട, ബാക്കി എല്ലാ സാധനങ്ങളും കയറണം. ഞാൻ വേണ്ടി സ്ക്രീൻ ഉണ്ടാക്കിച്ചു, സ്ക്രീനും ബാക്കിയെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകും, സ്ക്രീൻ വലിച്ചു കെട്ടുന്ന ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും അവിടെ ചെല്ലും, എല്ലാം വലിച്ചു കെട്ടി. ഇത് കഴിയുമ്പോഴേക്കും സംഗതി പ്രൊജക്ഷൻ ഒരു 12 മണി വരെ പ്രൊജക്ഷൻ നടക്കും. ആൾക്കാർ തിരിച്ചു പോകും, പിറ്റേ ദിവസം വീണ്ടും വരും. അത്ഭുതം എന്ന് പറയട്ടെ, ഒരു 4000-നും 5000-നും ഇടയ്ക്ക് ആൾക്കാർ സ്ഥിരം വന്നുകൊണ്ടേയിരുന്നു ഓരോ സെൻറ്ററിലും. അവർക്ക് ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല, അവർ കടലാസ് വിട്ട് നിലത്ത് കൊന്നിരിക്കുകയാണ്, മഴയില്ലാത്ത കാലം. അപ്പോൾ അതെനിക്കൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി. അപ്പോൾ ആൾക്കാർ ഒത്തിരി താല്പര്യമായിട്ട് ഇതിനെക്കുറിച്ച്, അപ്പോൾ ഒരു അവയർനെസ്സായി. അപ്പോൾ അതിൻ്റെ കൂടുതൽ ബൈബിളിനെക്കുറിച്ച്, ബൈബിൾ വായിക്കേണ്ടതിനെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ ഞാൻ കൂടുതൽ ഈ സമയമായപ്പോഴത്തേക്കും BOCയിൽ നിന്ന് അവിടെ മേടിച്ചു വെച്ചിരുന്ന പുസ്തകങ്ങൾ ബൈബിൾ തീർന്നു. പിന്നെ കുറേശ്ശെ പുറത്ത് BOCയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് വിതരണം ചെയ്യാൻ തുടങ്ങി. തിരുവചനത്തിനായി
മാറ്റിവെച്ച ഒരു ജീവിതം. ആ ജീവിതത്തെ ആദ്യം മുതൽ തന്നെ ദൈവം വഴി നടത്തിയതും തൻ്റെ വചനം ലോകത്തിന് നൽകുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടെയായിരുന്നു. ദുർബലമായ മനുഷ്യകരങ്ങളിലൂടെ ശക്തമായ തൻ്റെ പദ്ധതികൾ നടപ്പാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാണ്. ദൈവപരിപാലനയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് അവിടുത്തെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിച്ച ഈ വൈദികന്റെ അത്ഭുതകരമായ ജീവിതയാത്ര തുടരുന്നു. അവസാനപ്പോഴത്തേക്കും പുസ്തകം പോയി, കാശൊന്നും ഇല്ലാണ്ടായി, പിള്ളേരൊന്നും വാങ്ങിക്കാണ്ട് പോയി. അപ്പോൾ 84 അവസാനിച്ചപ്പോൾ ചിത്രകഥാ പ്രസ്ഥാനം കംപ്ലീറ്റ് പൊളിഞ്ഞു. അതും മൂന്നാമത്തേതാണ്. എന്നെ ഓരോ സ്ഥലത്തേക്ക് ഇടിച്ചിരുത്തുകയാണ്. ഇപ്പോൾ ഞാൻ സംഗതിയായിട്ടെല്ലാം ഭംഗിയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പോയി, അതേപടി നഷ്ടപ്പെട്ടു, കംപ്ലീറ്റ് നഷ്ടം. മുന്നോട്ട് പോകാമെന്ന് ചുറ്റുപാടെ. ഇപ്പോൾ ചെറുപ്പക്കാർ അച്ഛന്മാരൊക്കെ പറയുന്നുണ്ട്, ഇപ്പം ഇതെല്ലാം ഞങ്ങൾ ബൈബിൾ പഠിച്ചത് കൊണ്ടാണ്. പിന്നെ ഞാനിപ്പോൾ മാസത്തിൽ 12 വയസ്സുകാർ പഠിപ്പിക്കുന്നു. ഞാനിവിടെ 4 കൊല്ലം ബൈബിൾ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ബൈബിൾ ചിത്രങ്ങളോട് കൊടുക്കാൻ സാധിക്കുന്നു. പിന്നെ ഇവിടത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ഒന്നും ചിന്ത, ഗോയിങ് ഹോം എന്നൊരു ചിന്ത ഞാൻ കംപ്ലീറ്റ് വിട്ടുവിടും. പിന്നെ ചുറ്റുപാട് നടക്കുന്നതാണെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ ഒന്നും ചിന്തിക്കുന്നില്ല. ഇനിയിപ്പം ഈ ലോകത്തെക്കുറിച്ചൊന്നും ചിന്തയില്ല, സംഗതി വിട്ടമട്ടായി. എത്ര കാലം നിന്നെന്ന് അറിയാൻ പാടില്ല. എനിക്കൊന്നൊരു 3 മണിക്കൂറോളം ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ മരിച്ചു എന്നെല്ലാവരും തീരുമാനിച്ചതാണെന്ന് തോന്നുന്നു.